ഹലോ എവ്രി വൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് ലൈഫ് സ്കിൽസ് എന്ന് പറയുന്നത്. അതിനു മുമ്പ് ഒരു ചോദിക്കാം, അതായത് ഒരു സ്റ്റുഡൻസിന് നല്ല മാർക്ക് ഉണ്ടെങ്കിൽ മാത്രം ലൈഫിൽ സക്സസ് ആകാൻ പറ്റുമോ? മെജോറിറ്റി ആളുകൾ എന്തായിരിക്കും പറയാം, ഇല്ല എന്നായിരിക്കും. കാരണം ലൈഫിൽ സക്സസ് ആകാൻ ബുക്ക് നോളജ് മാത്രം പോരാ. നമ്മൾ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും കറക്റ്റ് ഡിസിഷൻസ് എടുക്കാനും പ്രോബ്ലംസ് സോൾവ് ചെയ്യാനും സ്ട്രെസ്സ് മാനേജ് ചെയ്യാനും പിന്നെ മറ്റുള്ളവരോട് നല്ല രീതിയിൽ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനും അറിയണം. ഈ എല്ലാ കഴിവുകളും ചേരുന്നതാണ് ലൈഫ് സ്കിൽസ് എന്ന് പറയുന്നത്. അതായത് ഒരു ലൈഫിൽ സക്സസ് ആകാൻ വേണ്ടിയിട്ട് ബുക്ക് നോളജ് മാത്രം പോരാ, നമ്മൾ നല്ല രീതിയിൽ ആളുകളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും കറക്റ്റ് എന്ത് ഡിസിഷൻ എടുക്കണം എന്നുള്ളതും പ്രോബ്ലം സോൾവ് ചെയ്യാനും സ്ട്രെസ്സും എങ്ങനെ മാനേജ് ചെയ്യാം, മറ്റുള്ളവരോട് നല്ല റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനും അറിയണം. ഈ എല്ലാ കഴിവുകളും ചേരുന്നതാണ് ലൈഫ് സ്കിൽസ് എന്ന് പറയുന്നത്. എല്ലാ ദിവസവും നമ്മൾ പല സിറ്റുവേഷൻസ് ഫേസ് ചെയ്യുന്നുണ്ടല്ലേ. അതായത് എക്സാം സ്ട്രെസ്സ്, അസൈൻമെൻറ്റ്, ഫാമിലി റെസ്പോൺസിബിലിറ്റി, കരിയർ ഡിസിഷൻസ്, ഇൻ്റർവ്യൂസ്, വർക്ക് പ്ലേസ് ചാലഞ്ചസ് എന്നിങ്ങനെ പല ഡിമാൻഡ്സും ചാലഞ്ചസും നമ്മുടെ ജീവിതത്തിൽ വരുന്നുണ്ട്. ഈ സിറ്റുവേഷൻസ് എല്ലാം നമ്മൾ എന്ത് ചെയ്യണം, കോൺഫിഡൻസോട് കൂടിയും ഒരു ഇൻ്റലിജൻസോട് കൂടിയും നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ സഹായിക്കുന്ന ഒരു സ്കില്ലാണ് ലൈഫ് സ്കിൽസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ലൈഫ് സ്കില്ല് സ്റ്റുഡൻസിന് മാത്രമല്ല, ടീച്ചേഴ്സ്, എംപ്ലോയീസ്, ബിസിനസ് പ്രൊഫഷണൽസ്, ഡോക്ടർ, എൻജിനീയർ, മാനേജേഴ്സ്, അങ്ങനെ എല്ലാ പ്രൊഫഷനിലുള്ള ആൾക്കാർക്കും വളരെ അത്യാവശ്യമാണ്. സോ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലൈഫ് സ്കിൽ എന്താണെന്നും അതിൻ്റെ സിഗ്നിഫിക്കൻസും WHO ഐഡൻറ്റിഫൈ ചെയ്ത 10 കോർ ലൈഫ് സ്കിൽസും പ്രൊഫഷണലിന് ആവശ്യമായ, അതായത് പ്രൊഫഷണൽസിന് ആവശ്യമായ ലൈഫ് സ്കിൽസും പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റും IQ, EQ, SQ എന്നിവയെക്കുറിച്ചാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നതാണ് ലൈഫ് സ്കിൽസ് എന്ന് പറയുന്ന ടോപ്പിക്ക്. സോ ഫസ്റ്റ് ആണ് ഇതിൻ്റെ ഡെഫിനിഷൻ ഓഫ് ലൈഫ് സ്കിൽസ് എന്ന് പറയുന്നത്. ഡെഫിനിഷൻ ഓഫ് ലൈഫ് സ്കിൽസ് WHO പറയുന്നത് എന്താണ്? The abilities for adaptive and positive behavior that enable individual to deal effectively with the demands and challenges of everyday life. അതായത് ലൈഫ് സ്കിൽസ് എന്നാൽ നമ്മുടെ ഡെയിലി ലൈഫിൽ വരുന്ന റെസ്പോൺസിബിലിറ്റീസും ഡിമാൻഡ്സും പ്രോബ്ലംസ് എന്ന് പറയുന്നത് ചാലഞ്ചേഴ്സും കോൺഫിഡൻറ്റോടു കൂടിയും ഇൻ്റലിജൻ്റ്, അതായത് ബുദ്ധിയോടുകൂടിയും ഹാൻഡിൽ ചെയ്യാൻ സഹായിക്കുന്ന ഒരു സ്കില്ലാണ് ലൈഫ് സ്കില്ല് എന്ന് പറയുന്നത്. ഈ സ്കില്ല് നമ്മളെ വ്യക്തമായി ചിന്തിക്കാൻ, തിങ്ക് ക്ലിയർലി, ആക്ട് വൈസ്ലി, മറ്റുള്ളവരോട് നല്ല രീതിയിൽ പെരുമാറാൻ നമ്മളെ സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ലൈഫ് സ്കിൽസ് ഒരു വ്യക്തിയെ സക്സസ്ഫുള്ളായും ബാലൻസ്ഡായും ജീവിക്കാൻ സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്കില്ലാണ്. അടുത്തതാണ് സിഗ്നിഫിക്കൻസ് ഓഫ് ലൈഫ് സ്കിൽ. ലൈഫ് സ്കില്ലിൻ്റെ പ്രാധാന്യം എന്തൊക്കെയാണെന്ന്, ലൈഫ് സ്കിൽ എന്തുകൊണ്ടാണ് ഇത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമുക്ക് നോക്കാം. അപ്പം ഫസ്റ്റ് വണ്ണാണ് ഹെൽപ്പ് ഇൻ പേഴ്സണൽ ഡെവലപ്മെൻറ്റ്. അതായത് ലൈഫ് സ്കിൽ ഒരു വ്യക്തിയുടെ പേഴ്സണൽ ഡെവലപ്മെൻറ്റ്, അതായത് വ്യക്തിപരമായ വളർച്ചയ്ക്ക് വളരെ പ്രാധാന്യമാണ്. അതായത് പേഴ്സണൽ ഡെവലപ്മെൻറ്റ് എന്നാൽ മാർക്സ് കിട്ടുന്നത് മാത്രമല്ല, ഒരു വ്യക്തി ചിന്തിക്കുന്ന രീതി, പെരുമാറുന്ന രീതി, ഇമോഷൻസ് കൺട്രോൾ ചെയ്യുന്ന രീതി, മറ്റുള്ളവരോട് ഇടപെടുന്ന രീതി എല്ലാം ഇമ്പ്രൂവ് ആക്കുന്നതാണ് പേഴ്സണൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പം ലൈഫ് സ്കിൽ പഠിക്കുന്നതിലൂടെ ഒരാൾ സ്വന്തം സ്ട്രെങ്ത്ത് മനസ്സിലാക്കും, അവരുടെ ഓൺ സ്ട്രെങ്ത്ത് മനസ്സിലാക്കും, വീക്ക്നെസ് ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കും, നല്ല ഹാബിറ്റ് ഡെവലപ്പ് ചെയ്യും, റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ പഠിക്കും, മെച്യൂറായിട്ട് തിങ്ക് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഇതൊക്കെ ഒരു വ്യക്തിയെ നല്ലൊരു പേഴ്സണാലിറ്റി ഉള്ള ആളാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിളാണ്, ഒരു സ്റ്റുഡൻറ്റ് മുൻപ് വളരെ ഷൈ ആയിരുന്നു, ക്ലാസ്സിൽ ആൻസർ പറയാനും പ്രസൻറ്റേഷൻ ചെയ്യാനൊക്കെ ഒരു പേടിയായിരുന്നു. ലൈഫ് സ്കില്ല് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം കോൺഫിഡൻസ് വർദ്ധിച്ചു. അപ്പോൾ ആ ക്ലാസ്സിൽ സംസാരിക്കുന്നു, ഡൗട്ട് ചോദിക്കുന്നു, പ്രസൻറ്റേഷൻ നന്നായി ചെയ്യുന്നു. അപ്പോൾ ഇതാണ് ഒരു പേഴ്സണൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തെയാണ് ഇംപ്രൂവ് ഡിസിഷൻ മേക്കിംഗ് എബിലിറ്റി. അതായത് നല്ല തീരുമാനങ്ങൾ എടുക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത്, അതായത് ഡിസിഷൻ മേക്കിംഗ് എബിലിറ്റീസ് ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളത്. അതായത് ജീവിതത്തിൽ എല്ലാ ദിവസവും നമ്മൾ പല ഡിസിഷൻസും എടുക്കാറുണ്ടല്ലോ, ചെറിയ ഡിസിഷനും വലിയ ഡിസിഷനും ഉണ്ടാകും. അതായത് ലൈഫ് സ്കിൽ നമ്മളെ കറക്റ്റ് ഇൻഫോർമേഷൻ നോക്കി കോൺസിക്വൻസ് മനസ്സിലാക്കിയിട്ട് നമ്മൾ ബുദ്ധിയോടെ ഡിസിഷൻ എടുക്കാൻ പഠിക്കുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മൾ എന്തൊക്കെ കോൺസിക്വൻസ് ഒക്കെ ഉണ്ട് എന്ന് മനസ്സിലാക്കി കറക്റ്റ് ഇൻഫോർമേഷൻ നോക്കിയിട്ട് നമ്മൾ നല്ല രീതിയിൽ ഡിസിഷൻ എടുക്കാൻ പഠിക്കുന്നു.
ഇത് ഡിസിഷൻ എടുക്കുന്ന സമയത്ത് എന്താണ് ഇമോഷൻ മാത്രം നോക്കാതെ അതായത് ഒരു ഡിസിഷൻ എടുക്കുന്ന സമയത്ത് ഇമോഷൻസ് മാത്രം നോക്കാതെ എന്ത് നോക്കണം എന്നാണ്, ഫാക്റ്റ് നോക്കണം, ഒപ്പീനിയൻ കമ്പയർ ചെയ്യണം, ഫ്യൂച്ചറിൽ എന്തൊക്കെ കോൺസിക്വൻസ് വരും എന്നുള്ളതും കൂടി ചിന്തിക്കണം. അപ്പോൾ ഇതൊക്കെയാണ് ലൈഫ് സ്കിൽസിൽ മെയിനായിട്ട് പഠിപ്പിക്കുന്നതെന്ന് വെച്ചാൽ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫ്രണ്ട്സ് എല്ലാവരും എന്താണ് ക്ലാസ് കട്ട് ചെയ്യാൻ വിളിക്കുകയാണ് ചെയ്യുന്നത്. ഒരു കുട്ടീനെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ക്ലാസ് കട്ട് ചെയ്യാൻ വിളിക്കുന്നു. അപ്പോൾ ലൈഫ് സ്കിൽ ഇല്ലാത്ത സ്റ്റുഡൻറ്റ് പിയർ പ്രഷറിൽ പെട്ട് ക്ലാസ് കട്ട് ചെയ്യും. ഒരു ലൈഫ് സ്കില്ല് പഠിച്ചൊരു സ്റ്റുഡൻറ്റ് ചിന്തിക്കുക എന്താ ചെയ്യുക, അറ്റൻഡൻസ് കുറയും, ലെസൺ മിസ്സാവും, എക്സാമിൽ പ്രോബ്ലം വരും, അതുകൊണ്ട് ഞാൻ ക്ലാസ് അറ്റൻഡ് ചെയ്യും. അപ്പോൾ ഒരു ലൈഫ് സ്കില്ല് പഠിക്കാത്ത ആ ഒരു നോളജ് ഇല്ലാത്തൊരു കുട്ടി എന്താണ് ഇത് കേട്ട് പോവും, ക്ലാസ് കട്ട് ചെയ്യും. പക്ഷേ ലൈഫ് സ്കില്ല് നന്നായിട്ട് മനസ്സിലാക്കിയൊരു കുട്ടി എന്താണ് ചിന്തിക്കുക, അറ്റൻഡൻസ് കുറയും, ലെസണും അതായത് പഠിക്കാൻ അന്നത്തെ ദിവസത്തെ ലെസൺ മിസ്സാവും, എക്സാമിൽ മാർക്ക് കുറയും, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യില്ല, ക്ലാസ് കട്ട് ചെയ്യില്ല, അറ്റൻഡ് ചെയ്യും എന്നുള്ള രീതിയിൽ വരും. അപ്പോൾ ഇതാണ് എന്ത് ഗുഡ് ഡിസിഷൻ മേക്കിംഗ്. അതായത് ഫ്യൂച്ചർ കോൺസിക്വൻസിന് ചിന്തിക്കും, ഫ്യൂച്ചറിൽ എന്തൊക്കെ കോൺസിക്വൻസ് വരാം എന്നുള്ളത് ചിന്തിക്കും. അപ്പോൾ അവിടെയാണ് ഡിസിഷൻ മേക്കിംഗ് വരുന്നത്. പിന്നെയാണ് വരുന്നത് തേർഡ് വണ്ണാണ് എൻഹാൻസ് കോൺഫിഡൻസ് ആൻഡ് സെൽഫ് എസ്റ്റീം. കോൺഫിഡൻസും സെൽഫ് എസ്റ്റീമും കൂട്ടുന്നു. അതായത് ലൈഫ് സ്കിൽസ് ഒരു വ്യക്തിയുടെ കോൺഫിഡൻറ്റും സെൽഫ് എസ്റ്റീമും വർദ്ധിപ്പിക്കുന്നുണ്ട്. അതായത് കോൺഫിഡൻസ് എന്നാൽ എന്താണ്, എനിക്കിത് ചെയ്യാൻ കഴിയും എന്നുള്ളൊരു വിശ്വാസം. സെൽഫ് എസ്റ്റീം എന്ന് പറയുന്നത് സ്വന്തം തന്നെ റെസ്പെക്റ്റ് ചെയ്യുന്നൊരു ഫീലിംഗ്, അതായത് നമ്മളെ തന്നെ വാല്യൂ ചെയ്യുന്നത്. ഇപ്പോൾ ലൈഫ് സ്കില്ലുള്ളപ്പോൾ എന്തൊക്കെയായിരിക്കും അത് ലൈഫ് സ്കില്ല് പഠിച്ചു കഴിഞ്ഞാൽ ഈ ഒരു രീതിയിൽ നമ്മൾ സ്വന്തം എബിലിറ്റീസിൽ ട്രസ്റ്റ് ചെയ്യും, ഫെയിലിയർ വന്നാലും ഈസിലി ഗീവ് അപ്പ് ചെയ്യില്ല, മറ്റുള്ളവരുടെ ക്രിറ്റിസിസ് കാരണം നമ്മുടെ കോൺഫിഡൻസ് ലൂസ് ചെയ്യില്ല. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എക്സാമിൽ മാർക്ക് കുറഞ്ഞു. അപ്പോൾ കോൺഫിഡൻസ് ഇല്ലാത്ത ഒരാൾ എനിക്കൊന്നും പറ്റില്ല, കോൺഫിഡൻസ് ഉള്ള ആളെന്താണ് ഇത്തവണ മിസ്റ്റേക്ക് ഉണ്ടായി, നെക്സ്റ്റ് ടൈം നന്നായി പഠിച്ചാൽ മാർക്ക് വാങ്ങും. ദെൻ ഫോർത്ത് വണ്ണാണെന്ത് സപ്പോർട്ട് സ്ട്രെസ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. സ്ട്രെസ് എല്ലാ ആൾക്കും ഉണ്ടാകുന്ന ഒരു നോർമൽ ഫീലിംഗ് ആണ്. സ്റ്റുഡൻസിന്, അതായത് ഒരു എക്സാം ആവട്ടെ, ഒരു അസൈൻമെൻറ്റ്, പ്രോജക്റ്റ്, ഇൻ്റർവ്യൂസ്, ഈ ഒരു കാര്യത്തിലൊക്കെ അധികം സ്റ്റുഡൻസ് ആർക്കായാലും ഈ ഒരു കാര്യങ്ങൾ വരുമ്പം സ്ട്രെസ്. ഇപ്പോൾ ഒരു എംപ്ലോയീസിനാവട്ടെ വർക്ക് ലോഡ്, ഡെഡ് ലൈൻ, റെസ്പോൺസിബിലിറ്റി, ഇതൊക്കെ അവർക്ക് സ്ട്രെസ് ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അപ്പം ലൈഫ് സ്കില്ല് പഠിച്ച സ്ട്രെസ് വന്നാൽ പാനിക് ആകില്ല, പകരം അവർ കാമായിട്ട് തിങ്ക് ചെയ്യും, ടൈം മാനേജ് ചെയ്യും, പ്രയോറിറ്റീസ് സെറ്റ് ചെയ്യും, റിലാക്സേഷൻ ടെക്നിക്ക് യൂസ് ചെയ്യും, പ്രോബ്ലംസ് 1 by 1 സോൾവ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ സ്ട്രെസ്സ് കുറയും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എക്സാം അടുത്ത് വന്നപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് പാനിക്കായി കരയുന്നു. അപ്പോൾ ലൈഫ് സ്കില്ലുള്ള സ്റ്റുഡൻറ്റ് ടൈം ടേബിൾ കറക്റ്റായിട്ട് പ്രിപ്പയർ ചെയ്യുന്നു, ഡെയിലി പഠിക്കുന്നു. അപ്പോൾ ഇവിടെ സ്ട്രെസ്സ് ഗ്രാജ്വലി കൺട്രോൾ ആവും. അതാണ് ഫോർത്ത് വൺ എന്ന് പറയുന്നത്. ഫോർത്ത് വൺ സപ്പോർട്ട് സ്ട്രെസ് മാനേജ്മെൻറ്റ്. ദെൻ ഫിഫ്ത്ത് വണ്ണാണ് ഇംപ്രൂവ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് റിലേഷൻഷിപ്പ്. അതായത് കമ്മ്യൂണിക്കേഷൻ എന്നാൽ സംസാരിക്കുന്നത് മാത്രമല്ല, അതിൽ ഉൾപ്പെടുന്നത് നന്നായി കേൾക്കുക, നന്നായി ലിസൺ ചെയ്യുക, ക്ലിയറായിട്ട് സംസാരിക്കുക, റെസ്പെക്റ്റ് കൊടുക്കുക, ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യുക, മിസ്അണ്ടർസ്റ്റാൻഡിങ് കഴിവതും അവോയ്ഡ് ചെയ്യുക. ഇതൊക്കെയാണ് നമ്മുടെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യുക, ഒരാൾക്ക് റെസ്പെക്റ്റ് ചെയ്യുക, അവർ ക്ലിയറായിട്ട് നമ്മൾ അവരോട് കൺവേ ചെയ്യുക, നന്നായിട്ട് ലിസൺ ചെയ്യുക. ഇതൊക്കെയാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് അവോയ്ഡ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെ ലൈഫ് സ്കിൽസിൽ ഇതൊക്കെ ഇമ്പ്രൂവ് ചെയ്യുന്നു. അതായത് നല്ല കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ ഫാമിലി, ഫ്രണ്ട്സ്, ടീച്ചേഴ്സ്, കൊളീഗ്സ് എല്ലാവരോടും നല്ല റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയും. അതായത് ഒരു നല്ല കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ ഫാമിലീസിൽ ടീച്ചേഴ്സ്, ഫ്രണ്ട്സ്, കൊളീഗ്സ് ഇവരോടൊക്കെ ഒരു നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ഫ്രണ്ട് മിസ്റ്റേക്ക് ചെയ്തു. ഇപ്പോൾ ഒരു ലൈഫ് സ്കില്ല് പഠിച്ചിട്ടില്ലാത്ത ഒരാളാണെങ്കിൽ അവർ ഒബ്വിയസ്ലി ദേഷ്യപ്പെടും. ഇനിയിപ്പം ലൈഫ് സ്കിൽസ് പഠിച്ച ഒരാളാണെങ്കിൽ കാമായി സംസാരിച്ച് പ്രോബ്ലം സോൾവ് ചെയ്യും. അതുകൊണ്ട് റിലേഷൻഷിപ്പ് സ്ട്രോങ് ആകും എന്നുള്ളത്. ഇനി ലാസ്റ്റ് വണ്ണാണ് ഫൈനൽ വണ്ണാണ് സിക്സ്ത് വണ്ണാണ് ഹെൽപ്പ് ഇൻ കരിയർ സക്സസ് ആൻഡ് വർക്ക് പ്ലേസ് പെർഫോമൻസ് എന്ന് പറയുന്നത്.
അതായത് ലൈഫ് സ്കിൽ സ്റ്റുഡൻസിന് മാത്രമല്ല, നേരത്തെ പറഞ്ഞു ലൈഫ് സ്കിൽ സ്റ്റുഡൻസിന് മാത്രമല്ല, ഫ്യൂച്ചർ കരിയറിലും ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കമ്പനികളിൽ മാർക്സ് മാത്രമല്ല നോക്കുന്നത്, അവർ നോക്കുന്നത് അവർക്ക് കമ്മ്യൂണിക്കേഷൻ ഉണ്ടോ, ടീം വർക്ക് ഉണ്ടോ, ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടോ, പ്രോബ്ലം സോൾവിങ്, ടൈം മാനേജ്മെൻറ്റ്, റെസ്പോൺസിബിലിറ്റി, കോൺഫിഡൻസ്. അപ്പോൾ ഇതൊക്കെ ലൈഫ് സ്കിൽസിൽ ഉൾപ്പെടുന്നു. അപ്പോൾ ലൈഫ് സ്കിൽസിലുള്ള എംപ്ലോയി ഓഫീസിൽ നന്നായി വർക്ക് ചെയ്യണം, അതാണ് മെയിനായിട്ടുള്ളത്. അതായത് ഈ ലൈഫ് സ്കിൽസ് പഠിച്ച എംപ്ലോയീസ് എന്താണ്, ഓഫീസിൽ നന്നായിട്ട് വർക്ക് ചെയ്യും, ഇത് നന്നായിട്ട് വർക്ക് ചെയ്യാൻ കഴിവുള്ള ആളുകളായിരിക്കും. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, കമ്പനി ഒരു ടീം പ്രോജക്റ്റ് കൊടുക്കുന്നു, ഒരു കമ്പനിയിലൊരു ടീം പ്രോജക്റ്റ് കൊടുക്കുന്നു. അപ്പോൾ ലൈഫ് സ്കില്ല് പഠിക്കാത്തൊരു എംപ്ലോയി എന്താണ്, മറ്റുള്ളവരായിട്ട് കോപ്പറേറ്റ് ചെയ്യില്ല. പക്ഷേ ലൈഫ് സ്കില്ലുള്ള ഒരു എംപ്ലോയി ആണെങ്കിലോ അവിടെ ടീം വർക്ക് ചെയ്യും, ഐഡിയ ഷെയർ ചെയ്യും, ടൈമിൽ വർക്ക് കംപ്ലീറ്റ് ചെയ്യും, അതായത് കറക്റ്റ് ടൈമിൽ വർക്ക് കംപ്ലീറ്റ് ചെയ്യും, ഒരു പ്രോബ്ലം സോൾവ് ചെയ്യും. അപ്പോൾ അതായത് ലൈഫ് സ്കില്ല് പഠിച്ചൊരു എംപ്ലോയി ആണെങ്കിൽ അയാൾ എന്ത് ചെയ്യും, അതായത് അവർക്ക് ആ ഒരു ക്വാളിറ്റീസ് ഉണ്ടെങ്കിൽ അവർ ടീം വർക്ക് ചെയ്യും, അവർ ഐഡിയാസ് ഷെയർ ചെയ്യും, ടൈമിൽ അവരെന്ത് ചെയ്യും, ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കും, പ്രോബ്ലംസ് സോൾവ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ്, വർക്ക് പ്ലേസിൽ പെർഫോമൻസ് ഇമ്പ്രൂവ് ആവും. അപ്പോൾ ഇത്രയാണ് സിഗ്നിഫിക്കൻസ് ഓഫ് ലൈഫ് സ്കിൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ലൈഫ് സ്കിൽസ് ആണ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്രയും 6 കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇനി ലൈഫ് സ്കിൽസ് ഐഡൻറ്റിഫൈ ചെയ്തത് WHO ആണ്. WHO എന്ന് പറയുന്നത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആണ്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഐഡൻറ്റിഫൈ ചെയ്തത് 10 കോർ ലൈഫ് സ്കിൽസ് ആണ്. ഇപ്പോൾ WHO എന്ന് പറയുന്നത് എന്താണ്, എല്ലാ വ്യക്തികളിലും ജീവിതത്തിൽ നന്നായി ജീവിക്കാൻ ഡെവലപ്പ് ചെയ്യേണ്ട 10 കോർ ലൈഫ് സ്കിൽസ് ഉണ്ട്. അതായത് എല്ലാവരും ജീവിതത്തിൽ നന്നായിട്ട് ജീവിക്കാനും അത് ഡെവലപ്പ് ചെയ്യേണ്ട 10 കോർ ലൈഫ് സ്കിൽസ് ഉണ്ട് എന്നാണ് പറയുന്നത്. അതായത് ഈ സ്കിൽസ് നമ്മളുടെ ഡെയിലി ലൈഫിൽ വരുന്ന സിറ്റുവേഷൻസ്, റെസ്പോൺസിബിലിറ്റി, പ്രോബ്ലം, ഇമോഷൻസ്, റിലേഷൻഷിപ്പ് എന്നിവയെ നന്നായി ഹാൻഡിൽ ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. ഈ സ്കിൽസ് നമ്മളുടെ ഡെയിലി ലൈഫിൽ വരുന്ന സിറ്റുവേഷൻ, റെസ്പോൺസിബിലിറ്റി ആവട്ടെ, പ്രോബ്ലംസ് ആവട്ടെ, നമുക്ക് വരുന്ന ഇമോഷൻസ്, റിലേഷൻഷിപ്പ് എന്നിവയെ നന്നായി ഹാൻഡിൽ ചെയ്യാൻ സഹായിക്കുന്നു. ഫസ്റ്റ് വണ്ണാണ് സെൽഫ് അവെയർനെസ് എന്ന് പറയുന്നത്. അണ്ടർസ്റ്റാൻഡിങ് യുവർ സ്ട്രെങ്ത്, വീക്ക്നെസ്, ഇമോഷൻസ് ആൻഡ് വാല്യൂസ്. അതായത് സെൽഫ് അവെയർനെസ് എന്നാൽ നമ്മളെ തന്നെ നന്നായി മനസ്സിലാക്കാനുള്ള കഴിവ്. അതായത് നമ്മുടെ സ്ട്രെങ്ത് എന്താണ്, വീക്ക്നെസ് എന്താണ്, നമുക്കിപ്പോൾ ഫീൽ ചെയ്യുന്നത്, വാല്യൂസ് എൻ്റെ വാല്യൂസ് എന്താണ് എന്ന് തിരിച്ചറിയുന്നതാണ് സെൽഫ് അവെയർനെസ് എന്ന് പറയുന്നത്. അപ്പോൾ അണ്ടർസ്റ്റാൻഡിങ് യുവർ സ്ട്രെങ്ത് എന്ന് പറയുന്നത്, സ്ട്രെങ്ത് എന്നാൽ നമ്മൾ നന്നായി ചെയ്യുന്ന കാര്യങ്ങൾ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നന്നായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും, ഡ്രോയിങ് നന്നായി ചെയ്യാൻ കഴിയുന്നത്, ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ളത്, ഫാസ്റ്റ് ലേണറാണ്. സ്ട്രെങ്ത് അറിഞ്ഞാൽ അതിനെ കൂടുതൽ ഡെവലപ്പ് ചെയ്യാൻ കഴിയും. അപ്പോൾ നമ്മുടെ സ്ട്രെങ്ത് അറിയുകയാണെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് അത് ഡെവലപ്പ് ചെയ്ത് ചെയ്യാൻ കഴിയും. അതായത് നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്നത് നമ്മുടെ സ്ട്രെങ്ത് ആണ്. ഡ്രോയിങ് നന്നായി ചെയ്യാൻ കഴിയുന്നത്, ലീഡർഷിപ്പ് ക്വാളിറ്റി, ഫാസ്റ്റ് ഇത് പെട്ടെന്ന് ലേൺ ചെയ്യുന്നത്, ഇതൊക്കെ നമ്മുടെ ഒരു സ്ട്രെങ്ത് ആണെന്ന് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ നമുക്ക് ഇത് ഡെവലപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. അണ്ടർസ്റ്റാൻഡിങ് യുവർ വീക്ക്നെസ് എന്ന് പറഞ്ഞാൽ എന്താണ്, വീക്ക്നെസ് എന്നാൽ ഇമ്പ്രൂവ് ചെയ്യേണ്ട ഭാഗങ്ങൾ. അതായത് നമുക്ക് സ്റ്റേജ് ഫിയർ ഉണ്ടാവും, പെട്ടെന്ന് ആങ്കർ വരിക, ടൈം മാനേജ്മെൻറ്റ് കുറവ്, കോൺഫിഡൻസ് കുറവ്. വീക്ക്നെസ് അറിഞ്ഞാൽ അത് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ. പിന്നെ ഇമോഷൻസ് ആണെങ്കിൽ ഹാപ്പിനെസ്, സാഡ്നെസ്, ആങ്കർ, ഫിയർ, സ്ട്രെസ്സ്, അതായത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫീലിങ്സ്. ഇമോഷൻസ് അറിയുന്നത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫീലിങ്സ് അതാണ്. അപ്പോൾ സെൽഫ് അവെയർനെസ് ഉണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ എന്താ ഇമോഷൻ എന്ന് മനസ്സിലാക്കാനും അത് കൺട്രോൾ ചെയ്യാനും എളുപ്പമാകും, അതായത് ഈസി ആവും എന്നുള്ളത്. പിന്നെ വാല്യൂസ് എന്ന് പറയുന്നത് എന്താണ്, അണ്ടർസ്റ്റാൻഡിങ് യുവർ വാല്യൂസ്. അതായത് വാല്യൂസ് എന്നാൽ നമ്മൾ ജീവിതത്തിൽ ഫോളോ ചെയ്യുന്ന പ്രിൻസിപ്പിൾസ് ആണ്. അതായത് ഹോണസ്റ്റി, റെസ്പെക്റ്റ്, റെസ്പോൺസിബിലിറ്റി, കൈൻഡ്നെസ്. അപ്പോൾ വാല്യൂസ് പറഞ്ഞാൽ നമുക്ക് കറക്റ്റ് ഡിസിഷൻ എടുക്കാൻ എളുപ്പമാവും എന്നുള്ളത്. പിന്നെ ഹെൽപ്പ് ഇൻ ബെറ്റർ ഡിസിഷൻ മേക്കിംഗ് ആൻഡ് ഇമോഷണൽ കൺട്രോൾ. അത് സെൽഫ് അവെയർനെസ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് സ്വന്തം ഫീലിങ്സ് മനസ്സിലാക്കാനും ഇമോഷൻസ് കൺട്രോൾ ചെയ്യാനും നമുക്ക് നല്ല ഇൻ്റലിജൻറ്റോടെ ചെയ്യാൻ പറ്റും, ഡിസിഷൻസ് എടുക്കാൻ പറ്റും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ദേഷ്യം വന്നപ്പോൾ ഉടനെ തന്നെ ചെയ്യില്ല, നമ്മൾ ഷൗട്ട് ചെയ്യാതെ എനിക്കിപ്പോൾ ദേഷ്യമാണ്, അപ്പോൾ കാമായിട്ട് പിന്നെ സംസാരിക്കുക എന്നുള്ളത്. അപ്പം എന്ന് ചിന്തിക്കുന്നത് എന്താണ്, ഒരു സെൽഫ് അവെയർനെസ് ആണ്. അതായത് ഇപ്പം ഒരാൾക്ക് ദേഷ്യം വന്നു എന്ന് വിചാരിക്കുക, അവർ ഉടനെ ഷൗട്ട് ചെയ്യാതെ
എനിക്കിപ്പോൾ ദേഷ്യമാണ്, അപ്പോൾ എന്താണ് കാമായിട്ട് പിന്നെ സംസാരിക്കാം, ഇപ്പം സംസാരിച്ചാൽ ശരിയാവില്ല, കുറച്ച് കഴിഞ്ഞിട്ട് സംസാരിക്കാം എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന എന്താണ് അവിടെ സെൽഫ് അവെയർനെസ് ആണ്. പിന്നെ ഡെവലപ്പിംഗ് സെൽഫ് അവെയർനെസ് ക്യാൻ ഹെൽപ്പ് അസ് ഇൻ റെക്കഗ്നൈസിങ് വെൻ വി ആർ സ്ട്രെസ്ഡ് ഓർ ഫീൽ അണ്ടർ പ്രഷർ. അതായത് സെൽഫ് അവെയർനെസ് ഡെവലപ്പ് ചെയ്താൽ നമ്മൾ സ്ട്രെസ്സിലാണോ പ്രഷറിലാണോ എന്ന് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയും. അതായത് ഒരു സെൽഫ് അവെയർനെസ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരു സ്ട്രെസ്സിലോ അല്ലെങ്കിൽ പ്രഷറിലാണോ എന്ന് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയും. അതറിഞ്ഞാൽ എന്താണ് നമ്മൾ റെസ്റ്റ് എടുക്കുക, ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യുക, ടീച്ചറിനോട് അല്ലെങ്കിൽ പാരൻസിനോട് സംസാരിക്കുക, സ്ട്രെസ്സ് കുറയ്ക്കാൻ ശ്രമിക്കുക. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എക്സാം ടൈമിൽ നിങ്ങൾക്ക് ടെൻഷൻ തോന്നുകയാണ്, അപ്പം സെൽഫ് അവെയർനെസ് ഉള്ള ഒരു സ്റ്റുഡൻ്റാണ് എന്താണ് പറയാം, എനിക്ക് സ്ട്രെസ്സ് ഫീൽ ചെയ്യുന്നു, അതുകൊണ്ട് ഞാനൊരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രിപ്പയർ ചെയ്യാമെന്ന് ഡിസൈഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ സെക്കൻഡ് വൺ ആണ് എന്ത് എംപതി എന്ന് പറയുന്നത്. എംപതി ഈസ് ദ എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് ഷെയർ ഫീലിംഗ് ഓഫ് അനദർ പേഴ്സൺ. ഇറ്റ് മീൻ പുട്ടിങ് യുവർ സെൽഫ് ഇൻ സമ്മൺ എൽസ് പൊസിഷൻ ആൻഡ് സീയിങ് ദ സിറ്റുവേഷൻ ഫ്രം ദർ പോയിൻ്റ് ഓഫ് വ്യൂ എന്നുള്ളത്. അതായത് എംപതി എന്നാൽ മറ്റൊരാളുടെ ഫീലിങ്സ് മനസ്സിലാക്കുകയും ആ ഫീലിങ്സ് ഷെയർ ചെയ്യുകയും ചെയ്യുന്ന കഴിവാണ്. അതായത് മറ്റൊരാൾ എന്താ അനുഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കി അവരെ സപ്പോർട്ട് ചെയ്യുന്നതാണ് എംപതി എന്ന് പറയുന്നത്. എംപതി ഉള്ള ആൾ മറ്റുള്ളവരുടെ ഇമോഷനെ റെസ്പെക്റ്റ് ചെയ്യും. അതായത് ഒരു എംപതി ഉള്ള ആൾ എന്താണ് മറ്റുള്ളവരുടെ ഇമോഷൻ റെസ്പെക്റ്റ് ചെയ്യും, അവർക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാക്കി സഹായിക്കാൻ ശ്രമിക്കും. ഇറ്റ് മീൻസ് പുട്ടിങ് യുവർ സെൽഫ് ഇൻ സമ്മൺ എൽസ് പൊസിഷൻ ആൻഡ് സീയിങ് ദ സിറ്റുവേഷൻ ഫ്രം ദെയർ പോയിൻ്റ് ഓഫ് വ്യൂ. അതായത് കുറച്ചു നേരം നമ്മൾ ആ വ്യക്തിയുടെ സ്ഥാനത്ത് നമ്മൾ തന്നെ ഒന്ന് ഇമാജിൻ ചെയ്യുക എന്നതാണ്. അതായത് ഞാൻ ആ സിറ്റുവേഷനിലായിരുന്നെങ്കിൽ എനിക്ക് എങ്ങനെ ഫീൽ ചെയ്തേനെ എന്ന് ചിന്തിക്കുക. അപ്പോൾ അവരുടെ ഫീലിങ്സ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇതാണ് എന്ത് എംപതി എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു സിറ്റുവേഷൻ എടുക്കുക. ഒരു സ്റ്റുഡൻറ്റ് എക്സാമിൽ ഫെയിലായി. അപ്പോൾ എംപതി ഇല്ലാത്ത ആൾ പറയുന്നത് അത് നിൻ്റെ തെറ്റാണ്, ഇറ്റ്സ് യുവർ ഫാൾട്ട്. ഇത് കൂടുതൽ സങ്കടപ്പെടുത്തും. പക്ഷെ എംപതി ഉള്ള ആളെന്താ പറയുക, ഇറ്റ്സ് ഓക്കെ, നീ വീണ്ടും ട്രൈ ചെയ്യാം, നീ വീണ്ടും ട്രൈ ചെയ്യണം, ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാം, എൻ്റെ സപ്പോർട്ട് ഉണ്ട് എന്ന് പറയാം. അപ്പോൾ ഇത് കേട്ടാൽ എന്താണ് ഫെയിലായ സ്റ്റുഡൻറ്റ് ഒരു കോൺഫിഡൻസ് കിട്ടും, ഒറ്റയ്ക്കായി എന്നുള്ള ഒരു ഫീലിംഗ് ഇല്ല, അതായത് അവരൊറ്റയ്ക്കാണെന്നുള്ള ഫീലിംഗ് ഉണ്ടാകില്ല. അതായത് ഒരു എംപതി ഉള്ള ആളാണെങ്കിൽ എന്താ പറയുക, ഇറ്റ്സ് ഓക്കെ, നീ വീണ്ടും ട്രൈ ചെയ്യൂ, ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാം, എൻ്റെ സപ്പോർട്ട് ഉണ്ട് എന്ന് പറയാണ്. അപ്പം എംപതി ഇല്ലാത്ത ഒരാൾ എന്താ പറയുക, അത് നിൻ്റെ ഫാൾട്ടാണ്, അവരെ കൂടുതൽ സങ്കടപ്പെടുത്തുകയാണ് ചെയ്യുക. ഓക്കെ, ഇനി മൂന്നാമത്തതാണ് ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറയുന്നത്. ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറയുന്നത് എന്താണ്? ക്രിട്ടിക്കൽ തിങ്കിങ് മീൻസ് തിങ്കിങ് കെയർഫുള്ളി ആൻഡ് ചെക്കിങ് ഫാക്ട് ബിഫോർ ബിലീവിങ് ഓർ ഡിസൈഡിങ് എന്നുള്ളത്. അതായത് ഒരു കാര്യം കേട്ടപ്പോൾ അല്ലെങ്കിൽ അത് കണ്ട ഉടനെ തന്നെ അത് വിശ്വസിക്കുകയോ ഡിസിഷൻ എടുക്കുകയോ ചെയ്യാതെ, അത് കണ്ട ഉടനെ തന്നെ അവരത് ബിലീവ് ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു ഡിസിഷൻ എടുക്കുകയോ ചെയ്യാതെ നന്നായി ഇരുന്ന് ചിന്തിച്ച് ഫാക്റ്റ് ചെക്ക് ചെയ്ത് സത്യമോ അല്ലയോ എന്ന് ഉറപ്പിച്ചിട്ടേ തീരുമാനം എടുക്കുന്ന കഴിവാണ് ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ എല്ലാ ഇൻഫോർമേഷനും ഉടനെ അക്സെപ്റ്റ് ചെയ്യാതെ അത് ശരിയാണോ തെറ്റാണോ, എവിഡൻസ് ഉണ്ടോ, സോഴ്സ് റിലയബിൾ ആണോ എന്ന് നോക്കണം. ഈ രീതിയിൽ ലോജിക്കലായി ചിന്തിക്കുന്നതാണ് ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറയുന്നത്. ക്രിട്ടിക്കൽ തിങ്കിങ് ഉള്ള ആളെന്താണ് പെട്ടെന്നായിട്ട് അങ്ങനെ ഇൻഫ്ലുവൻസ് ആവില്ല, റൂമേഴ്സ് വിശ്വസിക്കില്ല, ഫാക്ട്സ് വെരിഫൈ ചെയ്യും, അവർ ലോജിക്കലായിട്ട് തിങ്ക് ചെയ്യും, കറക്റ്റ് ഡിസിഷൻ എടുക്കാൻ ശ്രമിക്കും. അതാണ് ഒരു ക്രിട്ടിക്കൽ തിങ്കിങ് ഉള്ള ആൾ ചെയ്യുക. ഒരു എക്സാമ്പിൾ പറയാം, സോഷ്യൽ മീഡിയ ചെക്ക്. അതായത് ഒരു ദിവസം സോഷ്യൽ മീഡിയയിൽ ഒരു മെസ്സേജ് വരുന്നു, ഈ പ്രൊഡക്റ്റ് 100% ഫ്രീ ആണെന്ന് പറഞ്ഞിട്ട്, എ പ്രൊഡക്റ്റ് ഈസ് 100% ഫ്രീ എന്ന് പറഞ്ഞിട്ട്. ക്രിട്ടിക്കൽ തിങ്കിങ് ഇല്ലാത്ത ആളാണെങ്കിൽ ഉടനെ വിശ്വസിക്കും, ലിങ്ക് ഓപ്പൺ ചെയ്യും, മറ്റുള്ളവരുടെ ഷെയർ ചെയ്യും. പക്ഷേ ക്രിട്ടിക്കൽ തിങ്കിങ് ഉള്ള ആൾ ഇങ്ങനെ ചിന്തിക്കും, ഈ മെസ്സേജ് എവിടെ നിന്ന് വന്നത്, ഒഫീഷ്യൽ സോഴ്സ് ആണോ, ഫേക്ക് ന്യൂസ് ആണോ, സ്കാം ആണോ, വേറെ വെബ്സൈറ്റിൽ ഇതിനെക്കുറിച്ച് ഇൻഫോർമേഷൻസ് ഉണ്ടോ, അങ്ങനെ എല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ ഷെയർ ചെയ്യുള്ളൂ. എല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ ഷെയർ ചെയ്യുള്ളൂ. അതാണ് ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറയുന്നത്. അടുത്ത എക്സാമ്പിളാണ് ബൈയിങ് ഡിസിഷൻസ് എന്ന് പറയുന്നത്. നിങ്ങളൊരു മൊബൈൽ ഫോൺ വാങ്ങണമെന്ന് ഡിസൈഡ് ചെയ്തു. അപ്പോൾ ഫ്രണ്ട് പറയാണ് ഫ്രണ്ട് പറയാണ് ഈ ഫോൺ വാങ്ങിക്കോ, നല്ലതാണ്.
ഇപ്പോൾ ക്രിട്ടിക്കൽ തിങ്കിങ് ഇല്ലാത്ത ആൾ ഉടനെ ഫോൺ വാങ്ങും. പക്ഷെ ക്രിട്ടിക്കൽ തിങ്കിങ് ഉള്ള ആൾ എന്ത് ചെയ്യും? പ്രൈസ് കമ്പയർ ചെയ്യും, അതിൻ്റെ ഫീച്ചേഴ്സ് കമ്പയർ ചെയ്യും, പിന്നെന്താ കസ്റ്റമേഴ്സ് റിവ്യൂ വായിക്കും, ബാറ്ററി, ക്യാമറ, സ്റ്റോറേജ് എല്ലാം നോക്കും, ബെസ്റ്റ് ഓപ്ഷൻസ് ചൂസ് ചെയ്യും. അപ്പം ഇതാണ് ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറയുന്നത്. അപ്പം ക്രിട്ടിക്കൽ തിങ്കിങ് ഇല്ലാത്ത ആൾ ഉടനെ ഫോൺ വാങ്ങും. പക്ഷെ ക്രിട്ടിക്കൽ തിങ്കിങ് ഉള്ള ആൾ എന്ത് ചെയ്യും? ആദ്യം ആ ഫോണിൻ്റെ പ്രൈസ് കമ്പയർ ചെയ്യും, പിന്നെ അതിൻ്റെ ഫീച്ചേഴ്സ് എങ്ങനെ അത് വെച്ച് കമ്പയർ ചെയ്യും, കസ്റ്റമേഴ്സിൻ്റെ റിവ്യൂസ് വായിക്കും, ബാറ്ററി, അതിൻ്റെ ഫോണിൻ്റെ ബാറ്ററി, ക്യാമറ, സ്റ്റോറേജ് എല്ലാം നോക്കും, പിന്നെ എന്ത് ചെയ്യും? ബെസ്റ്റ് ഓപ്ഷൻസ് അവർ ചൂസ് ചെയ്യും. ഇതാണ് ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറയുന്നത്. ഇനി എക്സാമ്പിൾ 3 ആണ് എന്ത്? എക്സാം ആൻസർ തിങ്കിങ് എന്ന് പറയുന്നത്. എക്സാമിൽ ഒരു MCQ ക്വസ്റ്റ്യൻ വന്നു. ഇത് മൂന്നാം എക്സാമ്പിൾ 3 ആണ്. എക്സാം ആൻസർ തിങ്കിങ്. എക്സാമിൽ ഒരു MCQ ക്വസ്റ്റ്യൻ വന്നു. അപ്പോൾ ആൻസർ എന്താണ് എക്സാക്റ്റ് അറിയില്ല. ക്രിട്ടിക്കൽ തിങ്കിങ് ഇല്ലാത്ത സ്റ്റുഡൻറ്റ് ഗസ് ചെയ്യും. പക്ഷേ ക്രിട്ടിക്കൽ തിങ്കിങ് ഉള്ള സ്റ്റുഡൻറ്റ് എന്ത് ചെയ്യും? തെറ്റായ ഓപ്ഷൻസ് എല്ലാം എലിമിനേറ്റ് ചെയ്യും, ലോജിക്കലായിട്ട് എന്ത് ചെയ്യും? തിങ്ക് ചെയ്യും. അപ്പം റിമൈനിങ് ഓപ്ഷനിൽ ബെസ്റ്റ് ആൻസർ എന്ത് ചെയ്യുക? അവർ ചൂസ് ചെയ്യും. അപ്പോൾ ഗസ് ചെയ്യുന്നതിന് പകരം ലോജിക്കൽ റീസണിങ് യൂസ് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് 3 ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്സ് എന്ന് പറയുന്നത്. ചെക്ക് ചെയ്യുക, കമ്പയർ ചെയ്യുക, ഡിസൈഡ് ചെയ്യുക. അതായത് ചെക്ക് എന്ന് പറയുന്നത് ഇൻഫോർമേഷൻസ് ശരിയാണോ എന്ന് വെരിഫൈ ചെയ്യുക. കമ്പയർ ചെയ്യുക എന്ന് വെച്ചാൽ അവൈലബിൾ ഓപ്ഷൻസ് കമ്പയർ ചെയ്യുക. ഡിസൈഡ് എന്ന് വെച്ചാൽ എല്ലാം അനലൈസ് ചെയ്തതിന് ശേഷം കറക്റ്റ് ഡിസിഷൻ എടുക്കുക. ഇതാണ് എന്ത്? ക്രിട്ടിക്കൽ തിങ്കിങ്ങിൻ്റെ മെയിൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇനി 4th വണ്ണാണ് ക്രിയേറ്റീവ് തിങ്കിങ്. ക്രിയേറ്റീവ് തിങ്കിങ് എന്ന് പറയുന്നത് എന്താണ്? ക്രിയേറ്റീവ് തിങ്കിങ് ഈസ് ദ എബിലിറ്റി ടു തിങ്ക് ഇൻ ന്യൂ, ഡിഫറെൻറ്റ് ആൻഡ് ഒറിജിനൽ വേസ് ടു ജനറേറ്റ് ന്യൂ ഐഡിയാസ് ഓർ സൊല്യൂഷൻസ്. അതായത് ക്രിയേറ്റീവ് തിങ്കിങ് എന്നാൽ പുതിയ രീതിയിൽ വ്യത്യസ്തമായി ഒറിജിനലായി ചിന്തിച്ച് പുതിയ ഐഡിയാസ് അല്ലെങ്കിൽ പുതിയ സൊല്യൂഷൻ കണ്ടുപിടിക്കാനുള്ള കഴിവാണ്. അതായത് എല്ലാവരും ചെയ്യുന്നത് എന്താണ്? കോപ്പി ചെയ്യാതെ സ്വന്തം ഐഡിയാസ് യൂസ് ചെയ്യുക എന്നുള്ളത്. അതായത് ക്രിയേറ്റീവ് തിങ്കിങ് ഉള്ള ആൾ എന്താണ്? ഇമാജിനേഷൻ യൂസ് ചെയ്യും, പുതിയ ഐഡിയാസ് അവർ കണ്ടുപിടിക്കും, പ്രോബ്ലംസിന് ഡിഫറെൻറ്റ് സൊല്യൂഷൻസ് അവർ കണ്ടെത്തും, പിന്നെന്താ? ഇന്നോവേഷൻസ് കൊണ്ടുവരും. അപ്പം ക്രിയേറ്റീവ് തിങ്കിങ് ഉള്ള ഒരാൾ എന്തൊക്കെ ചെയ്യും? ഇമാജിനേഷൻസ്, അവരുടേതായ ഒരു ഇമാജിനേഷൻ യൂസ് ചെയ്യും, പുതിയ ഐഡിയാസ് അവർ കണ്ടുപിടിക്കും, പ്രോബ്ലംസിന് ഡിഫറെൻറ്റ് സൊല്യൂഷൻസ് കണ്ടെത്തും, പിന്നെന്താണ്? ഇന്നോവേഷൻസ് കൊണ്ടുവരും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഡിസൈനിങ് എ ന്യൂ സ്റ്റൈൽ പോസ്റ്റർ ഫോർ എ പ്രോജക്റ്റ് ഇൻസ്റ്റെഡ് ഓഫ് കോപ്പിയിങ് അതേഴ്സ്. അതായത് പ്രൊജക്റ്റിന് പോസ്റ്റർ ഉണ്ടാക്കാൻ പറഞ്ഞു. അപ്പോൾ ക്രിയേറ്റീവ് തിങ്കിങ് ഇല്ലാത്ത സ്റ്റുഡൻറ്റ് എന്ത് ചെയ്യും? മറ്റുള്ളവരുടെ പോസ്റ്റർ കോപ്പി ചെയ്യും. പക്ഷേ ക്രിയേറ്റീവ് തിങ്കിങ് ഉള്ള സ്റ്റുഡൻറ്റ് എന്താ? സ്വന്തം കളർ കോമ്പിനേഷൻ, ഡ്രോയിങ്, ഡിസൈൻസ് യൂസ് ചെയ്ത് പുതിയ പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യും. പിന്നെ രണ്ടാമത്തെ എക്സാമ്പിൾ എന്താണ്? ഒരു ഹോംവർക്ക്. അതായത് രണ്ടാമത്തേതാണിത്. അത് ടീച്ചർ ഹോംവർക്ക് കൊടുത്തു, ഇൻ്റർനെറ്റ് വർക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ക്രിയേറ്റീവ് തിങ്കിങ് ഇല്ലാത്ത സ്റ്റുഡൻറ്റ് എന്ത് ചെയ്യും? ഹോംവർക്ക് ചെയ്യില്ല. പക്ഷെ ക്രിയേറ്റീവ് തിങ്കിങ് ഉള്ള സ്റ്റുഡൻറ്റ് എന്ത് ചെയ്യും? ബുക്ക് യൂസ് ചെയ്യും, അവർ ലൈബ്രറിയിൽ പോവും, അവർ പിന്നെ അപ്രോച്ച് ചെയ്യും? ടീച്ചേഴ്സിനോട് ചോദിക്കും, ഫ്രണ്ട്സിനോട് ഹെൽപ്പ് ചോദിക്കും. അപ്പോൾ ഡിഫറെൻറ്റ് സൊല്യൂഷൻസ് എന്ത് ചെയ്യും? കണ്ടുപിടിക്കും. പിന്നെ മൂന്നാമത്തെ എക്സാമ്പിളാണ് ഇത്. അതായത് കോളേജ് ഇവൻറ്റ്. അതായത് കോളേജിൽ പ്രോഗ്രാം ഓർഗനൈസ് ചെയ്യുന്നു. അതായത് ഒരു കോളേജിൽ ഒരു പ്രോഗ്രാം ഓർഗനൈസ് ചെയ്യുന്നു. ക്രിയേറ്റീവ് തിങ്കിങ് ഉള്ള സ്റ്റുഡൻറ്റ് എന്ത് ചെയ്യും? എല്ലാവരും ചെയ്ത പുതിയ ഗെയിംസ്, ആക്ടിവിറ്റീസ്, ഡെക്കറേഷൻ അല്ലെങ്കിൽ കോമ്പറ്റീഷൻ സജസ്റ്റ് ചെയ്യും. അപ്പം എല്ലാവരും ചെയ്ത പുതിയ ഗെയിംസ് അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റി, ഡെക്കറേഷൻ അല്ലെങ്കിൽ കോമ്പറ്റീഷൻസ് എന്ത് ചെയ്യും? സജസ്റ്റ് ചെയ്യും. അതെന്ത് ചെയ്യും? ഇവൻറ്റ് കുറച്ചുകൂടി ഇൻട്രസ്റ്റ് ആക്കും എന്നുള്ളത്. സോ ഇത്രയാണ് ക്രിയേറ്റീവ് തിങ്കിങ് എന്നുള്ളത്. ഇനി അടുത്തതാണ് 5th വണ്ണാണ് ഡിസിഷൻ മേക്കിംഗ്. ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് എന്താ? ഡിസിഷൻ മേക്കിംഗ് ഈസ് ദ എബിലിറ്റി ടു ചൂസ് ദ ബെസ്റ്റ് ഓപ്ഷൻ ഫ്രം ഡിഫറെൻറ്റ് ഓൾട്ടർനേറ്റീവ് ആഫ്റ്റർ തിങ്കിങ് കെയർഫുള്ളി അബൌട്ട് ദ സിറ്റുവേഷൻസ്. അതായത് ഡിസിഷൻ മേക്കിംഗ് എന്നാൽ ഒരു സിറ്റുവേഷനിൽ പല ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ബെസ്റ്റ് ഓപ്ഷൻ ചൂസ് ചെയ്യുന്ന കഴിവാണ്. അത് ഡിസിഷൻ എടുക്കുന്നതിന് മുമ്പേ സിറ്റുവേഷൻസ് മനസ്സിലാക്കണം, പിന്നെ എന്ത് ചെയ്യണം? ഓപ്ഷൻ കമ്പയർ ചെയ്യണം, അഡ്വാൻറ്റേജസ് ഡിസഡ്വാൻറ്റേജ് നോക്കണം, ഫ്യൂച്ചറിൽ കോൺസിക്വൻസ് ചിന്തിക്കണം. ഇതാണ്. പിന്നെ ബെസ്റ്റ് ഡിസിഷൻ എടുക്കും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ
എക്സാം അടുത്ത് വന്നു, അങ്ങനെ ഫ്രണ്ട്സ് എന്ത് ചെയ്യും, മൂവിക്ക് വിളിക്കുകയാണ്. അപ്പോൾ ഓപ്ഷൻസ് എന്തൊക്കെയാണ്, ഒന്ന് പഠിക്കുക അല്ലെങ്കിൽ പുറത്ത് പോകുക എന്നുള്ളത്. അപ്പോൾ സിറ്റുവേഷൻ അനലൈസ് ചെയ്ത് എക്സാം ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലാക്കി പഠിക്കാൻ ഡിസൈഡ് ചെയ്യുന്നതാണ് എന്ത്, ഗുഡ് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത്. അതായത് ഒരു സിറ്റുവേഷൻ അനലൈസ് ചെയ്ത് എക്സാം ആണ് ഇമ്പോർട്ടൻ്റ് എന്ന് മനസ്സിലാക്കി പഠിക്കാൻ ഡിസൈഡ് ചെയ്യുന്നതാണ് എന്ത്, ഗുഡ് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, വേറൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് +2 കഴിഞ്ഞു പല കോഴ്സസ് ഉണ്ട്. അപ്പോൾ സ്റ്റുഡൻറ്റിൻ്റെ ഇൻട്രസ്റ്റ് നോക്കും, കരിയർ ഓപ്പർച്യൂണിറ്റി നോക്കും, സ്കില്ല് എന്ത് ചെയ്യും, അനലൈസ് ചെയ്യും. പിന്നെ എന്ത് ചെയ്യും, ബെസ്റ്റ് കോഴ്സാണ് ചൂസ് ചെയ്യുക. അതായത് ഇപ്പോൾ +2 കഴിഞ്ഞാൽ തന്നെ പല കോഴ്സസ് ഉണ്ട്. അപ്പോൾ സ്റ്റുഡൻറ്റിന് ആദ്യം എന്താ നോക്കണം, ഇൻട്രസ്റ്റ് നോക്കണം, അവരുടെ കരിയർ ഓപ്പർച്യൂണിറ്റി നോക്കണം, സ്കില്ല് എന്ത് ചെയ്യണം, അനലൈസ് ചെയ്യണം. പിന്നെ എന്ത് ചെയ്യും, നമ്മൾ ബെസ്റ്റ് കോഴ്സ് ചൂസ് ചെയ്യുന്നുള്ളത്. തേർഡ് വണ്ണാണ് എന്ത്, ഡിസൈഡിങ് വിച്ച് മൊബൈൽ ഫോൺ ടു ബൈ ആഫ്റ്റർ കമ്പയറിങ് ഫീച്ചേഴ്സ്. അതായത് മൊബൈൽ ഫോൺ വാങ്ങണം, ഫീച്ചേഴ്സ് കമ്പയർ ചെയ്യും, പ്രൈസ് കമ്പയർ ചെയ്യും, റിവ്യൂസ് വായിച്ചു നോക്കും, പിന്നെ നമ്മൾ എന്ത് ചെയ്യും, ബെസ്റ്റ് ഫോൺ ചൂസ് ചെയ്യുന്നുള്ളത്. അതാണ് ഡിസിഷൻ മേക്കിങ്ങിൽ പറയാനുള്ളത്. 6th വണ്ണാണ് പ്രോബ്ലം സോൾവിങ്. പ്രോബ്ലം സോൾവിങ് ഈസ് ദ എബിലിറ്റി ടു ഐഡൻറ്റിഫൈ എ പ്രോബ്ലം ആൻഡ് ഫൈൻഡ് ദ ബെസ്റ്റ് പോസിബിൾ സൊല്യൂഷൻ ടു ഓവർകം ഇറ്റ് ഇഫക്റ്റീവ്ലി. അതായത് പ്രോബ്ലം സോൾവിങ് എന്നാൽ ഒരു പ്രോബ്ലം തിരിച്ചറിയുകയും അതിന് ഏറ്റവും നല്ല സൊല്യൂഷൻ കണ്ടുപിടിച്ച് എന്ത് ചെയ്യും, അത് സോൾവ് ചെയ്യുകയും ചെയ്യുന്ന കഴിവാണെന്ത്, പ്രോബ്ലം സോൾവിങ് എന്ന് പറയുന്നത്. പ്രോബ്ലംസ് എല്ലാ ആളുകൾക്കും ഉണ്ടാവും, പക്ഷെ അത് ഇമ്പോർട്ടൻ്റ് ആയത് എന്താ, പ്രോബ്ലം നിന്ന് ഓടിപ്പോകുന്നല്ല, കറക്റ്റ് സൊല്യൂഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ സ്റ്റെപ്സാണ്, എത്ര സ്റ്റെപ്പാണ്, 5 സ്റ്റെപ്സ് ഉണ്ട്. ആ 5 സ്റ്റെപ്സിൽ ഫസ്റ്റ് സ്റ്റെപ്പാണ് എന്ത്, ഐഡൻറ്റിഫൈ പ്രോബ്ലം എന്നുള്ളത്. ആദ്യം പ്രോബ്ലം എന്താണെന്ന് മനസ്സിലാക്കണം, അതാണെന്ത്, ഐഡൻറ്റിഫൈ പ്രോബ്ലംസ്. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. രണ്ടാമത്തെ എന്താണ്, അനലൈസ് കോസസ്. അതായത് പ്രോബ്ലം എന്നതുകൊണ്ട് വന്നു എന്ന് അനലൈസ്, അതായത് പ്രോബ്ലം എന്തുകൊണ്ട് വന്നു എന്നുള്ളത് അനലൈസ് ചെയ്യണം. രണ്ടാമത്തെയാണ് അനലൈസ് കോസസ്, അതായത് പ്രോബ്ലം എന്തുകൊണ്ട് വന്നു എന്ന് അനലൈസ് ചെയ്യണം. മൂന്നാമത്താണ് എന്ത്, ജനറേറ്റ് സൊല്യൂഷൻസ്, അതായത് പോസിബിൾ സൊല്യൂഷൻസ് കണ്ടുപിടിക്കണം. പിന്നെ 4th വണ്ണാണ് സെലക്ട് ബെസ്റ്റ് സൊല്യൂഷൻ, അവൈലബിൾ സൊല്യൂഷനിൽ ഏറ്റവും നല്ലത് ചൂസ് ചെയ്യണം എന്നുള്ളത്. ദെൻ 5th ആണ് എന്ത്, ഇംപ്ലിമെൻറ്റ് സൊല്യൂഷൻ, ചൂസ് ചെയ്ത സൊല്യൂഷൻ പ്രാക്ടിക്കലായി അപ്ലൈ ചെയ്യണം എന്നുള്ളത്. ഇതാണ് 5 സ്റ്റെപ്പ് എന്ന് പറയുന്നത്. പ്രോബ്ലം സോൾവിങ്ങിൻ്റെ 5 സ്റ്റെപ്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്സ് ആണ്. അപ്പം അത് നോക്കാം. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്, പ്രോബ്ലം സോൾവിങ്. ദെൻ എക്സാമ്പിൾ എന്ന് പറയുന്നത് എന്താണ്, ഗ്രൂപ്പ് പ്രോജക്റ്റിൽ ഒരു മെമ്പർ വന്നില്ല, അപ്പോൾ പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്യുന്നു. സൊല്യൂഷൻ എന്താണ്, ബാക്കി മെമ്പേഴ്സ് വർക്ക് ഡിവൈഡ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുന്നു. അതായത് ഗ്രൂപ്പിൽ ഒരു മെമ്പർ വന്നില്ല, അപ്പോൾ എന്താ, പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്, എല്ലാവർക്കും ആ ഒരു ഗ്രൂപ്പിലുള്ള മെമ്പേഴ്സിനൊക്കെ എന്ത് ചെയ്യും, വർക്ക് ഡിവൈഡ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുന്നു എന്നുള്ളത്. രണ്ടാമത്തെ എക്സാമ്പിളാണ് എന്ത്, യു ആർ ലേറ്റ് ഫോർ കോളേജ് ഡ്യൂ ടു ട്രാഫിക്, യു ടേക്ക് എ ഡിഫറെൻറ്റ് റൂട്ട് ഓർ ലീവ് ഏർലിയർ നെക്സ്റ്റ് ടൈം. അതായത് ട്രാഫിക് കാരണം കോളേജിൽ ലേറ്റായി, റീസൺ എന്താണ്, റീസൺ അനലൈസ് ചെയ്യുന്നു. സൊല്യൂഷൻ നെക്സ്റ്റ് ടൈം വേറെ റൂട്ട് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങുക ഉള്ളത്. അതായത് ഒരു ട്രാഫിക് കാരണം കോളേജിൽ നിന്ന് ലേറ്റായി, അപ്പോൾ റീസൺ ആദ്യം അനലൈസ് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ സൊല്യൂഷൻ എന്തായിരിക്കും, നെക്സ്റ്റ് ടൈം വേറെ റൂട്ട് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ എന്താണ്, നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങുക എന്നുള്ളത്. ദെൻ 7th വണ്ണാണ് ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത്. Effective communication is the ability to express ideas, thoughts and information clearly and correctly so that others to understand easily എന്നുള്ളത്. അതായത് കമ്മ്യൂണിക്കേഷൻ എന്നാൽ നമ്മുടെ ഐഡിയാസ്, തോട്ട്, ഫീലിംഗ്, ഇൻഫോർമേഷൻ എന്നിവ ക്ലിയറായും കറക്റ്റായും മറ്റുള്ളവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറയുന്ന കഴിവാണ്. അതായത് കമ്മ്യൂണിക്കേഷൻ സംസാരിക്കുന്നത് മാത്രമല്ല, അതിൽ ക്ലിയർ സ്പീച്ച്, ഗുഡ് ലിസണിങ്, കറക്റ്റ് ബോഡി ലാംഗ്വേജ്, റെസ്പെക്റ്റ്, അണ്ടർസ്റ്റാൻഡിങ്. അതായത് അതിലെന്തൊക്കെയാണ് വരുന്നത്, ക്ലിയർ സ്പീച്ചും ഗുഡ് ലിസണിങ്, കറക്റ്റായിട്ടുള്ള ബോഡി ലാംഗ്വേജ്, റെസ്പെക്റ്റ്, അണ്ടർസ്റ്റാൻഡിങ് എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ക്ലാസ് റൂം സിറ്റുവേഷൻ എടുക്കാം. ക്ലാസ് റൂം സിറ്റുവേഷൻ,
സ്റ്റുഡൻറ്റ് ടീച്ചറിനോട് എന്ത് ചെയ്യാണ്, ഒരു ഡൗട്ട് ക്ലിയറായി ചോദിക്കുകയാണ്. അതായത് സ്റ്റുഡൻറ്റ് ഒരു ടീച്ചറിനോട് ഡൗട്ട് ക്ലിയറായി ചോദിക്കുന്നു. അപ്പോൾ ടീച്ചർ ആൻസർ പറയുന്നു. അപ്പോൾ അത് സ്റ്റുഡൻറ്റ് മനസ്സിലാക്കുന്നു. അപ്പോൾ ഇവിടെ എന്തായി, കമ്മ്യൂണിക്കേഷൻ സക്സസ്ഫുള്ളായി എന്നുള്ളത്. രണ്ടാമത്താണ് ഗ്രൂപ്പ് വർക്ക് എന്ന് പറയുന്നത്. ഇൻ എ പ്രോജക്റ്റ് എ സ്റ്റുഡൻറ്റ് ഷെയർ ഐഡിയ ക്ലിയർലി ആൻഡ് ലിസൺ ടു അതേഴ്സ് സോ ദ വർക്ക് ഈസ് കംപ്ലീറ്റഡ് ആൻഡ് സ്മൂത്ത്ലി എന്നുള്ളത്. അതായത് പ്രൊജക്റ്റ് ചെയ്യുമ്പം സ്റ്റുഡൻസിന് ഐഡിയ ഷെയർ ചെയ്യുന്നു, മറ്റുള്ളവരുടെ ഒപ്പീനിയൻസ് കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് എന്താണ്, പ്രൊജക്റ്റ് സ്മൂത്തായി കംപ്ലീറ്റ് ആക്കാൻ പറ്റി. പിന്നെന്താണ്, മൂന്നാമത്തെ എക്സാമ്പിളാണ് ഡെയിലി ലൈഫ്. യു ക്ലിയർലി ടെൽ യുവർ ഫ്രണ്ട് ഐ വിൽ ബി ലേറ്റ് ടുഡേ പ്ലീസ് വെയിറ്റ് ഫോർ മീ സോ ദർ ഈസ് നോ കൺഫ്യൂഷൻ എന്നുള്ളത്. അതായത് ഫ്രണ്ടിനോട് പറയുന്നു, ഞാൻ ഇന്ന് ലേറ്റ് ആവും, പ്ലീസ് എന്നെ വെയിറ്റ് ചെയ്യണേന്ന്. അപ്പം ഫ്രണ്ട് ഇവിടെ എന്താ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യില്ല, കൺഫ്യൂഷൻ ഉണ്ടാകില്ല. കാരണം എന്താണ്, നിങ്ങൾ ക്ലിയർ ആയിട്ട് അവിടെ പറയുന്നുണ്ട്, ഫ്രണ്ടിനോട് ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. യു ക്ലിയർലി ടെൽ യുവർ ഫ്രണ്ട് ഐ വിൽ ബി ലേറ്റ് ടുഡേ പ്ലീസ് വെയിറ്റ് ഫോർ മീ. അതായത് ഞാൻ ലേറ്റ് ആവും, എനിക്ക് വേണ്ടി ഒന്ന് കാത്തു നിൽക്കണേന്ന്. ഇവിടെ എന്താണ്, ഫ്രണ്ട് മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യില്ല, എന്താണ്, കൺഫ്യൂഷനും ഉണ്ടാകില്ല എന്നുള്ളത്. അപ്പോൾ എന്താണ്, സ്പീക്ക് ക്ലിയർലി പ്ലസ് എന്താണ്, ലിസൺ കെയർഫുള്ളി ഈക്വൽ ടു ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. അതായത് ഇത് രണ്ടും എന്താണ്, ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നന്നായി സംസാരിക്കും വേണം, നന്നായിട്ടത് കേൾക്കും വേണം. അങ്ങനെയാകുമ്പോഴേ അവിടെ എന്ത് വരുള്ളൂ, ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ വരുള്ളൂ. ഇത് രണ്ടും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത്. സ്പീക്ക് ക്ലിയർലി പ്ലസ് സ്പീക്ക് ക്ലിയർലി പ്ലസ് ലിസൺ കെയർഫുള്ളി. അങ്ങനെ വരുമ്പോഴേ ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുകയുള്ളൂ. സ്പീക്ക് ക്ലിയർലി പ്ലസ് ലിസൺ കെയർഫുള്ളി വഴി ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ നടക്കുകയുള്ളൂ. 8th വണ്ണാണ് ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്. Interpersonal relationship refers to the connection and interaction between two or more people. അതായത് റിലേഷൻഷിപ്പ് എന്നാൽ, അതായത് പേഴ്സണൽ റിലേഷൻഷിപ്പ് എന്നാൽ രണ്ട് അല്ലെങ്കിൽ അതിൽ കൂടുതൽ ആൾക്കാർ തമ്മിലുള്ള ബന്ധവും ഇൻട്രാക്ഷൻസും, അതായത് കണക്ഷൻസും ഇൻട്രാക്ഷൻസുമാണ്. ഇത് പേഴ്സണൽ ലൈഫിലും പ്രൊഫഷണൽ ലൈഫിലും ഉണ്ടാക്കും. റിലേഷൻഷിപ്പ് സ്ട്രോങ് ആവാൻ എന്തൊക്കെയാണ്, കമ്മ്യൂണിക്കേഷൻസ് നന്നായിരിക്കണം, പിന്നെന്താണ്, റെസ്പെക്റ്റ് വേണം, ട്രസ്റ്റ് വേണം, കോപ്പറേഷൻ വേണം. അപ്പോൾ ഇത്രയാണ് ഇതിൽ മെയിൻ എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫ്രണ്ട്ഷിപ്പ്. യു ഹെൽപ്പ് ആൻഡ് സപ്പോർട്ട് യുവർ ഫ്രണ്ട് ഡ്യൂറിങ് ഡിഫിക്കൽട്ട് ടൈംസ് ആൻഡ് മെയിൻറ്റെയിനിങ് എ സ്ട്രോങ് ബോണ്ട്. അതായത് ഫ്രണ്ട് ഒരു ബുദ്ധിമുട്ടിലാണ്, നിങ്ങൾ അവരെ എന്ത് ചെയ്യുക, ഹെൽപ്പ് ചെയ്യുന്നു, സപ്പോർട്ട് കൊടുക്കുന്നു. അതെന്താണ്, ഫ്രണ്ട്ഷിപ്പ് സ്ട്രോങ് ആക്കുന്നുള്ളത്. പിന്നെന്താണ് അടുത്തത്, ഒരു ഗ്രൂപ്പ് വർക്ക്. കോളേജിൽ എന്താണ്, പ്രൊജക്റ്റിലെ എല്ലാ സ്റ്റുഡൻസും എന്ത് ചെയ്യുന്നുണ്ട്, വർക്ക് ചെയ്യുന്നു. അപ്പം ഐഡിയാസ് എന്ത് ചെയ്യും, റെസ്പെക്റ്റ് ചെയ്യുന്നു, അത് കോപ്പറേറ്റ് ചെയ്യുന്നു. അപ്പം അങ്ങനെ എന്താവും, പ്രോജക്റ്റ് സക്സസ് ആകുന്നു എന്നുള്ളത്. 3rd വണ്ണാണ് ഫാമിലി റിലേഷൻഷിപ്പ്. അതായത് ഫാമിലി റിലേഷൻഷിപ്പിൽ പറയുന്നത് എന്താണ്, പാരൻസ് പറയുന്നത് കേൾക്കുന്നു എന്നുള്ളത്. അതായത് പരസ്പരം സപ്പോർട്ട് ചെയ്യുന്നു, ഹെൽത്തി ഫാമിലി റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. അതായത് യു ലിസൺ ടു യുവർ പാരൻസ് ആൻഡ് സപ്പോർട്ട് ഈച്ച് അതർ മെയിൻറ്റെയിനിങ് എ ഹെൽത്തി ഫാമിലി ബോണ്ട്. അതായത് നിങ്ങളുടെ പാരൻസ് പറയുന്നത് കേൾക്കുന്നതും പരസ്പരം സപ്പോർട്ട് ചെയ്യും. അങ്ങനെ എന്താണ്, അവിടെ ഹെൽത്തി ഫാമിലി റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയും എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, കണക്ട്, കമ്മ്യൂണിക്കേറ്റ്, കോപ്പറേറ്റ്. അതായത് ഈ മൂന്നും എന്താണ്, ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പിൻ്റെ ഫൗണ്ടേഷൻസ് ആണ് എന്ത്, ഈ കണക്റ്റ്, കമ്മ്യൂണിക്കേറ്റ്, കോപ്പറേറ്റ്. ദെൻ അടുത്തതാണ് 9th വണ്ണാണ് കോപ്പിംഗ് വിത്ത് സ്ട്രെസ്. കോപ്പിംഗ് വിത്ത് സ്ട്രെസ് എന്ന് പറയുന്നത്, കോപ്പിംഗ് വിത്ത് സ്ട്രെസ് ഈസ് ദ എബിലിറ്റി ടു മാനേജ്, കൺട്രോൾ ആൻഡ് റെഡ്യൂസ് സ്ട്രെസ് ഇൻ എ ഹെൽത്തി വേ വെൻ ഫേസിങ് ഡിഫിക്കൽട്ട് ഓർ പ്രഷർ സിറ്റുവേഷൻസ്. അതായത് കോപ്പിംഗ് വിത്ത് സ്ട്രെസ് എന്നാൽ സ്ട്രെസ് വന്നപ്പോൾ പാനിക് ആവാതെ അത് ഹെൽത്തിയായി മാനേജ് ചെയ്യുകയും കൺട്രോൾ ചെയ്യുകയും റെഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്ന കഴിവാണ്. അപ്പോൾ സ്ട്രെസ് എന്ന് പറയുന്നത് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല, പക്ഷെ അതെന്താ, ഹാൻഡിൽ ചെയ്യാൻ പഠിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ കോപ്പിംഗ് വിത്ത് സ്ട്രെസ് എന്നാൽ സ്ട്രെസ് വന്നപ്പോൾ എന്താണ്, പാനിക് ആവാതെ ഹെൽത്തിയായി മാനേജ് ചെയ്യുകയും കൺട്രോൾ ചെയ്യുകയും റെഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്ന കഴിവാണ്. അപ്പോൾ സ്ട്രെസ് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല, അത് പക്ഷെ അത് ഹാൻഡിൽ ചെയ്യാൻ പഠിക്കാൻ പറ്റും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്താണ്, ഹാൻഡിൽ പ്രഷർ എന്ന് പറയും. അതായത്
യു ടേക്ക് എ ഷോർട്ട് ബ്രേക്ക് വെൻ സ്ട്രെസ്ഡ് ബിഫോർ എക്സാം. അതായത് ഒരു എക്സാം വന്നു, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അതായത് ഹെൽത്തി കോപ്പിംഗ് മെത്തേഡ്സ്, അതായത് ഒരു ഷോർട്ട് ബ്രേക്ക് എടുക്കുക, സ്റ്റഡി ടൈം ടേബിൾ ഉണ്ടാക്കുക, കറക്റ്റായിട്ടുള്ള സ്ലീപ്പ്, അതായത് നല്ല ഉറക്കം ഉണ്ടാകുക, കാമായി റിവൈസ് ചെയ്യുക, ഇതൊക്കെ എന്ത് ചെയ്യും, സ്ട്രെസ്സ് റെഡ്യൂസ് ചെയ്യുന്നുള്ളത്. ഹെൽത്തി കോപ്പിംഗ് മെത്തേഡ്സ് ആണ് ഏതൊക്കെ? ഷോർട്ട് ബ്രേക്ക് എടുക്കുക, ടൈം ടേബിൾ ഉണ്ടാക്കുക, പ്രോപ്പറായിട്ട് സ്ലീപ്പ് ചെയ്യുക, കാമായിട്ട് റിവൈസ് ചെയ്യുക, ഇതൊക്കെ സ്ട്രെസ്സ് റെഡ്യൂസ് ചെയ്യുന്നുള്ളത്. ദെൻ 10th വണ്ണാണ് എന്ത്, കോപ്പിംഗ് വിത്ത് ഇമോഷൻസ് എന്ന് പറയുന്നത്. കോപ്പിംഗ് വിത്ത് ഇമോഷൻ ഈസ് ദ എബിലിറ്റി ടു റെക്കഗ്നൈസ്, അണ്ടർസ്റ്റാൻഡ് ആൻഡ് മാനേജ് യുവർ ഇമോഷൻ ഇൻ ഹെൽത്തി ആൻഡ് ബാലൻസ്ഡ് വേ, എക്സ്പെഷ്യലി ഇൻ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസ്. അതായത് കോപ്പിംഗ് വിത്ത് ഇമോഷൻസ് എന്നാൽ നമ്മുടെ ഇമോഷൻസ് തിരിച്ചറിയുകയും അത് മനസ്സിലാക്കുകയും ഹെൽത്തിയും ബാലൻസ്ഡായും കൺട്രോൾ ചെയ്യുകയും ചെയ്യുന്ന കഴിവാണ്. എല്ലാവർക്കും എന്തുണ്ട്, ഇമോഷൻസ് ഉണ്ട്. പക്ഷേ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാതെ ഇമ്പൾസീവായി റിയാക്ട് ചെയ്യുന്നത് എന്താണ്, പ്രോബ്ലംസ് ഉണ്ടാക്കും. അപ്പം ഇമോഷൻസ് കൺട്രോൾ ചെയ്യാതെ ഇമ്പൾസീവായി റിയാക്ട് ചെയ്യുന്നത് പ്രോബ്ലംസ് ഉണ്ടാകും. അതുകൊണ്ട് ഇമോഷൻസ് മാനേജ് ചെയ്യാൻ പഠിക്കണം എന്നുള്ളത്. അപ്പോൾ പ്രിവെൻസ് ഇമ്പൾസീവ് ബിഹേവിയർ ഉണ്ട്. പ്രിവെൻസ് ഇമ്പൾസീവ് ബിഹേവിയർ. ഇമ്പൾസീവ് ബിഹേവിയർ എന്നാൽ ചിന്തിക്കാതെ പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്നതാണ്. അതായത് ഇമോഷൻസ് കൺട്രോൾ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, കാമായിട്ട് തിങ്ക് ചെയ്ത് റെസ്പോണ്ട് ചെയ്യുന്നുള്ളത്. എക്സാമ്പിൾസ് ആണ്, ഫസ്റ്റ് വണ്ണാണ് ആങ്കർ കൺട്രോൾ എന്ന് പറയുന്നത്. ആങ്കർ കൺട്രോൾ. someone insult you, instead of shouting you stay calm and respond politely or ignore it. അതായത് ഒരാൾ നിങ്ങളെ ഇൻസൾട്ട് ചെയ്തു, അപ്പോൾ ഇമോഷൻ കൺട്രോൾ ഇല്ലാത്ത ഒരാൾ എന്ത് ചെയ്യും, ഉടനെ ഷൗട്ട് ചെയ്യും, ഫൈറ്റ് ചെയ്യും. പക്ഷേ ഇമോഷൻ കൺട്രോൾ ഉള്ള ആളാണെങ്കിലോ അവർ കാമായി നിൽക്കും, പൊളൈറ്റായിട്ട് അവരോട് റെസ്പോണ്ട് ചെയ്യും, അല്ലെങ്കിൽ അവരെന്ത് ചെയ്യും, ഇഗ്നോർ ചെയ്യും എന്നുള്ളത്. രണ്ടാമത്താണ് സാഡ്നെസ് ഹാൻഡ്ലിങ്. യു ലോസ് ഇൻ ആൻ എക്സാം, ഇൻസ്റ്റെഡ് ഓഫ് ബ്രേക്കിംഗ് ഡൗൺ യു അക്സെപ്റ്റ് ഇറ്റ് ആൻഡ് ട്രൈ ടു ഇംപ്രൂവ് നെക്സ്റ്റ് ടൈം എന്നുള്ളത്. അതായത് എക്സാമിൽ ഫെയിലായി, അപ്പം ഇമോഷൻ കൺട്രോൾ ഇല്ലാത്ത ഒരാളാണെങ്കിൽ ഫുൾ കോൺഫിഡൻസ് ലൂസ് ചെയ്യും, അവർ കരയും, ഇപ്പോൾ ഗീവ് അപ്പ് ചെയ്യും. പക്ഷേ ഒരു ഇമോഷൻ കൺട്രോൾ ഉള്ള ആളെന്ത് ചെയ്യും, ഫെയിലിയർ എന്ത് ചെയ്യും, അക്സെപ്റ്റ് ചെയ്യും. അവർ മിസ്റ്റേക്സ് എവിടെയാണ് മിസ്റ്റേക്ക് വന്നത് എന്ന് അനലൈസ് ചെയ്യും. നെക്സ്റ്റ് എക്സാമിൽ അവരെന്ത് ചെയ്യും, ഇമ്പ്രൂവ് ചെയ്യാൻ പ്രിപ്പയർ ചെയ്യുന്നുള്ളത്. ദെൻ തേർഡ് വണ്ണാണ് ആൻസൈറ്റി മാനേജ്മെൻറ്റ്. അതായത് യു ഫീൽ നെർവസ് ബിഫോർ എ പ്രസൻറ്റേഷൻ, യു ടേക്ക് ഡീപ് ബ്രെത്ത് ആൻഡ് പ്രിപ്പയർ വെൽ ഇൻസ്റ്റെഡ് ഓഫ് പാനിക്കിങ്. അതായത് പ്രസൻറ്റേഷന് മുമ്പ് ടെൻഷനുണ്ട്, അപ്പോൾ ഇമോഷൻ കൺട്രോൾ ഇല്ലാത്ത ഒരാൾ പാനിക്കാവും. പക്ഷേ പ്രസൻറ്റേഷൻ നന്നായിട്ട് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ ഇമോഷൻ കൺട്രോൾ ഉള്ള ഒരാൾ എന്താ, ഡീപ്പ് ബ്രീത്തിങ് ചെയ്യും, നന്നായി പ്രിപ്പയർ ചെയ്യും, കോൺഫിഡൻസോടെ എന്ത് ചെയ്യും, അവർ പ്രസൻറ്റേഷൻ നടത്തും. സോ ഇത്രയുമാണ് ഇതിൽ പറയാനുള്ളത്. അതായത് WHO ഐഡൻറ്റിഫൈ ചെയ്ത ഈ ലൈഫ് സ്കിൽ ഓരോ വ്യക്തിയുടെയും ഡെയിലി ലൈഫിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് വെച്ചാൽ നമ്മുടെ ഫാക്ട്സ് ചെക്ക് ചെയ്ത് ലോജിക്കലായി ചിന്തിക്കാൻ പഠിപ്പിക്കുന്നു. ക്രിയേറ്റീവ് തിങ്കിങ് എന്ന് വെച്ചാൽ പുതിയ ഐഡിയാസ് കണ്ടുപിടിക്കാൻ സഹായിക്കുകയാണ് ചെയ്യുന്നത്. ഡിസിഷൻ മേക്കിംഗ് എന്ന് വെച്ചാൽ ബെസ്റ്റ് ഓപ്ഷൻസ് ചൂസ് ചെയ്യാൻ നമ്മളെ പഠിപ്പിക്കുന്നു. പ്രോബ്ലം സോൾവിംഗ് എന്ന് പറയുന്നത് പ്രോബ്ലംസിൽ നിന്ന് നല്ല സൊല്യൂഷൻ കണ്ടെത്താൻ സഹായിക്കുന്നു. എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷനോ, ക്ലിയർ ആയിട്ട് സംസാരിക്കാനും നന്നായി കേൾക്കാനും പഠിപ്പിക്കുന്നു. പിന്നെ ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് പറയുന്നത് മറ്റുള്ളവരുമായി ഒരു സ്ട്രോങ് ബന്ധം ഉണ്ടാക്കാൻ സഹായിക്കുകയാണ്. കോപ്പിംഗ് വിത്ത് സ്ട്രെസ്സോ പ്രഷർ സിറ്റുവേഷനിൽ ഹെൽത്തിയായി മാനേജ് ചെയ്യാൻ പഠിപ്പിക്കുന്നു. കോപ്പിംഗ് വിത്ത് ഇമോഷൻസിൽ ദേഷ്യം, സങ്കടം, ടെൻഷൻ അങ്ങനെ പോലുള്ള ഇമോഷൻസ് ബാലൻസ് ചെയ്ത് കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്നു. ഈ ലൈഫ് സ്കിൽസ് എല്ലാം എന്താണ്, പ്രാക്ടീസ് ചെയ്താൽ ഒരു വ്യക്തി പേഴ്സണൽ ലൈഫിലും സ്റ്റഡീസിലും കരിയറിലും വിജയകരമായിട്ട് മുന്നേറാൻ കഴിയുന്നുള്ളത്. ഇത്രയുമാണ് WHO ഐഡൻറ്റിഫൈ ചെയ്ത 10 കോർ ലൈഫ് സ്കിൽസ് എന്ന് പറയുന്നത്.